ഹലോ ഗായ്സ്, ലിറ്റിലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നെയിം സ്ലിപ്പാണ്. അതായത് സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, അപ്പോൾ നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഇച്ചിരി വീഡിയോ സ്പീഡാക്കി വിട്ടിട്ടുണ്ട്, കാരണം ഒത്തിരി ലോങ് ആണ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക ഗൈസ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൊരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ പേപ്പർ രണ്ടായിട്ട് മടക്കി അതിൻ്റെ സൈഡും കീറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരുവത്തിലാക്കി കിട്ടാൻ പറ്റും ഗൈസ്. അപ്പം ഈ ഒരു നമ്മൾ അങ്ങനെ അത് ഈ സൈഡിലൊക്കെ എനിക്ക് ഇതുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കട്ടാക്കി വിട്ടാൽ മതി. അപ്പം അങ്ങനെ കട്ടാക്കി വിടുക ഗൈസ്. അപ്പം അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വിടുക ഗൈസ്. അപ്പം പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ആദ്യം ചെയ്ത ജേർണലിംഗ് ആയിരുന്നു. അപ്പം ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റില്ല, കാരണം ഞാൻ വോയിസ് ഓവർ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പം വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അത്രയും രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക ഗൈസ്. എന്നിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, മടക്കി കൊടുക്കുക. അതിന് ശേഷം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ഒരു പരുവത്തിലാക്കി കിട്ടും. പിന്നെ നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങുക ഗൈസ്. അത് നിങ്ങളുടെ ഡിസൈനിനനുസരിച്ച് വരയ്ക്കുക ഗൈസ്. എൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്, അപ്പം ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കണത്. ഇതുപോലെ തന്നെ ഈ സൈഡിലും ആ സൈഡിലും ഞാൻ ഇതുപോലാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ സൈഡും വരച്ച് കൊടുക്കുക ഗൈസ്. പിന്നെ എല്ലാ സൈഡും ഞാൻ ഇതുപോലെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടല്ലോ ഗൈസ്, ഇതുപോലെ തന്നെ വരച്ചു കൊടുത്തത്. അപ്പോൾ ഇടയ്ക്ക് എനിക്കൊരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യം ഇടയ്ക്ക് എനിക്കൊരു പിഴ പറ്റിപ്പോയി. അതായത് 2-3 എണ്ണം പോയി ഗൈസ്. അങ്ങനെയൊക്കെ 2-3 എണ്ണം അങ്ങ് പോയി ഗൈസ്. എന്ത് ചെയ്യാനോ. അങ്ങനെ ഗൈസ്, ഇത് ഫുള്ള് ഞാൻ ചെയ്ത് തീർത്തു. അപ്പം ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഈസിയാണ് ഗൈസ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് വരയ്ക്കാൻ പിങ്ക് സ്കെച്ചും കൊണ്ട് അതിനൊരു ഇതൊക്കെ കൊടുത്താൽ മതി. നമ്മൾ ബോർഡറൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി. ഇനി നമ്മൾ പെൻസിലെടുത്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യാം ഗൈസ്. അതിൽ വരയ്ക്കണം ഗൈസ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക ഗൈസ്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ അപ്പയുടെ പറ്റിപ്പോയ സ്ഥലം. അപ്പോൾ ഇനി നമ്മൾ നെയിം എഴുതി ഇത് ഇടുക. പിന്നെ ക്ലാസ് എഴുതി റോൾ നമ്പറും എഴുതി. അതുപോലെ തന്നെ പിന്നെ എല്ലായിടും എഴുതി കഴിയുക. അപ്പോൾ എല്ലായിടും എഴുതി കഴിഞ്ഞു ഗൈസ്. കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലത് കൊണ്ട് 2-3 സ്ഥലം പോയിട്ട് എനിക്ക് അവസാനം കിട്ടിയത് 4 എണ്ണമാണ് ഗൈസ്. 4 എണ്ണം എന്തെടുക്കാനാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. 4 എണ്ണമാണ് ഗൈസ്. എന്ത് ഉപയോഗമാണ് അതിനെ കൊണ്ട്. അപ്പം 4 എണ്ണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ട് നിങ്ങൾ വിചാരിക്കുക. ആകെ 4 എണ്ണം ഗൈസ്. അപ്പം നിങ്ങളോട് എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, ശ്രദ്ധിച്ച് ചെയ്യുക ഗൈസ്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് ഇപ്പം ഞാൻ ഡിസൈൻ കൊടുക്കുകയാണ്. ഇങ്ങോട്ട് സ്കെച്ചൊക്കെ വെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡിസൈൻ ചെയ്യുക. സ്കെച്ചൊക്കെ വെച്ചതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഡിസൈൻ ചെയ്യുക. പിന്നെ ഒരെണ്ണം അങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലൊരു സൂത്രപ്പണി മേടിച്ചതാണ്. അതേ ഇതിൽ വെച്ച് വെട്ടിക്കൊടുക്കാവുന്ന, പക്ഷെ അത് ഉള്ളിപ്പോയി ഗൈസ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും, കാരണം ഇത് ഇതാവാനുള്ളതായിട്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കളറൊക്കെ അടിച്ച് സൈഡിൽ ഇതുപോലെ കൊടുത്തതിന് ശേഷം ഞാനൊരു പൂവൊക്കെ വരച്ചെടുത്ത് ഗൈസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ പൂവെന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു റിബൺ വരച്ചു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു റിബൺ വരച്ചു കൊടുത്ത്. റിബൺ വരച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. പിന്നെ ഞാൻ ഈ ഷോർട്സുമായിട്ട് വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രയോൺസ് വെച്ചിട്ട് അത് അടിക്കാവൂ ഗൈസ്, ഇല്ലെങ്കിൽ അപ്പുറം കാണാൻ പറ്റും ഗൈസ്. പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് ഒട്ടിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ.